നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ ആദ്യ 2 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ക്വാർട്ടർ ഫൈനൽ യോഗ്യത ഉറപ്പാക്കാൻ നിലവിലെ ജേതാക്കളായ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യ 2 മത്സരങ്ങളിലും അർജന്റീന വിജയിക്കുകയായിരുന്നു. ആദ്യ മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന തോൽപ്പിച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ ചിലിയെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അവസാനത്തെ മത്സരത്തിൽ പെറു ആണ് അർജന്റീനയുടെ എതിരാളികൾ. വരുന്ന ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അർജന്റീനയും പെറുവും തമ്മിൽ ഏറ്റുമുട്ടുക. ക്വാർട്ടർ യോഗ്യത നേടിയതിനാൽ കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം നൽകുമെന്ന് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അർജന്റീനയ്ക്ക് ഇപ്പോഴും 1-ാം സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1-ാം സ്ഥാനം നഷ്ടപ്പെടാനുള്ള നേരിയ ഒരു സാധ്യത ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത് വരുന്ന മത്സരത്തിൽ അർജന്റീന പെറുവിനോട് പരാജയപ്പെടുകയും അതേസമയം കാനഡ ചിലിയെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തുകയും ചെയ്താൽ അർജന്റീനയ്ക്ക് ഒരുപക്ഷെ 1-ാം സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ അതിനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അർജന്റീന ഗ്രൂപ്പിൽ 1-ാമതായിക്കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അങ്ങനെ അർജന്റീന ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായാൽ ക്വാർട്ടർ ഫൈനലിൽ ആരായിരിക്കും അർജന്റീനയുടെ എതിരാളികൾ? അതാണ് അർജന്റീന ആരാധകർക്ക് ഇപ്പോൾ അറിയേണ്ടത്. ഗ്രൂപ്പ് ബിയിലെ 2-ാം സ്ഥാനക്കാരുമായാണ് അർജന്റീന ഏറ്റുമുട്ടുക. നിലവിൽ അത് ഇക്വഡോർ ആണ്. എന്നാൽ അവസാന മത്സരത്തിന് ശേഷം അത് മാറി മറിയാനുള്ള സാധ്യതകൾ ഉണ്ട്. അതായത് ആ സ്ഥാനത്ത് മെക്സിക്കോയോ വെനസ്വേലയോ വന്നേക്കാം. ഇനി അർജന്റീന 2-ാം സ്ഥാനത്താണ് ഗ്രൂപ്പിൽ ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ഗ്രൂപ്പ് ബിയിലെ 1-ാം സ്ഥാനക്കാരെ ആയിരിക്കും അർജന്റീനയ്ക്ക് നേരിടേണ്ടി വരിക. നിലവിൽ 1-ാം സ്ഥാനത്തുള്ളത് വെനസ്വേലയാണ്. എന്നാൽ അവസാനത്തെ മത്സരത്തിന് ശേഷം അവിടേക്ക് ഇക്വഡോറോ മെക്സിക്കോയോ കടന്നു വരാനുള്ള ഒരു സാധ്യതകളുണ്ട്. നമുക്കത് തള്ളിക്കളയാനാവില്ല. ചുരുക്കത്തിൽ മുകളിൽ പ്രതിപാദിച്ച അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 3 ടീമുകളിൽ ഒന്നിനെയായിരിക്കും അർജന്റീനയ്ക്ക് ക്വാർട്ടർ ഫൈനലിൽ നേരിടേണ്ടി വരിക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.